എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു തേമോ ഹോളാണ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് കരുതിയതാണ്. പക്ഷേ കുറച്ചധികം ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഒറ്റ ഷോർട്ടിൽ ഒതുങ്ങില്ല. പിന്നെ ഞാനത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടൊക്കെ ഇടേണ്ടി വരും. അതിൽ നല്ലത് ഒറ്റ സ്ട്രെച്ചിൽ ഈ പ്രൊഡക്ട്സ് എല്ലാം കൂടെ കാണിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. പിന്നെ ഞാൻ ഇത്തവണ ഓർഡർ ചെയ്തിരിക്കുന്ന മെജോറിറ്റിയും ജ്വല്ലറി ഐറ്റംസ് ആണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റിലാണ് നമ്മുടെ ഐറ്റംസ് എല്ലാം കൂടെ ഡെലിവറി ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഈ കാണുന്ന ഒരു ഫോൺ സ്റ്റാൻഡ് ആണ് കേട്ടോ. ഇത് പല കളറിൽ അവൈലബിൾ ആണ്. ഞാനൊരു പിങ്ക് കളറാണ് ഓർഡർ ചെയ്തത്. ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതെനിക്ക് വർക്ക് ചെയ്യുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് 5 ദിർഹംസേ ഉള്ളൂ. ഈ ഫോൺസ് ഒക്കെ ഹോൾഡ് ചെയ്യുമെന്ന്. പക്ഷേ ഇതിനകത്ത് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഈവൻ ഐപാഡ്, ടാബ് എല്ലാം ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. അത് കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഇതുപോലെ ഈസിലി നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഇതുപോലെ ദാറ്റ്സ് ഇറ്റ്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. ഇതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അത് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ കരുതിയത് വെയിറ്റ് താങ്ങാതെ ഇത് മറിഞ്ഞു പോകുന്നതാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് 5 ദിർഹംസിന് അടിപൊളിയാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ബനാന ക്ലിപ്പാണ്. ഇത് 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ഫുൾ ഹെയർ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് പോർഷനൊക്കെ എടുത്ത് നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 എണ്ണത്തിൻ്റെ സെറ്റിന് 4 ദിർഹംസ് ആണ് കേട്ടോ വരുന്നത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വർത്ത് ആണ്. കാരണം നല്ല ക്വാളിറ്റിയാണ്, നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്നൊരു ഹെയർ ബാൻഡ് ആണ്. ഇത് ആക്ച്വലി ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യാലോ എന്നോർത്ത് വാങ്ങിയതാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഒരു 4 or 5 കാണും. പക്ഷെ ആവശ്യത്തിന് നോക്കിയാൽ ഒരെണ്ണം കാണില്ല. അപ്പോൾ ഇത് തീമുൽ നോക്കിയപ്പോൾ വെറും 4 ദിർഹംസിന് കണ്ടുട്ടോ. നല്ല സ്ട്രെച്ചബിൾ ആണ്, സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എനിക്ക് വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഇത് നോക്കി സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസ് ആണ്. 2 ഹേർട്സ് ഇങ്ങനെ കണക്ട് ചെയ്ത പോലത്തെ ഒരു നെക്ലേസ് ആണ്. വളരെ സിമ്പിൾ ആണ്. എനിക്കിത് ഡെയിലി വെയർ ആയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം. പ്രൈസ് ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ്. 2 ദിർഹം പോലും ഇല്ല. 1.5 ദിർഹംസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 1.5 ദിർഹംസിന് ഇത് അടിപൊളിയാണ്. സൂപ്പർ ക്വാളിറ്റിയാണ്. 1 വീക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അതിന്റെ കളർ പോവോ ഒന്നും മങ്ങുവോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഹെയർ ആക്സസറീസിന്റെ കൂടെ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ചെറിയൊരു ക്ലിപ്പാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ? വൈറ്റ് ഫ്ലവേഴ്സ് പോലെ വൈറ്റ് പേൾസ് വരുന്നത്. ഇതുപോലെ അകത്ത് നമുക്കിങ്ങനെ ഹെയറിൽ സ്റ്റൈൽ ചെയ്യാം. ഇത് 10 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ്. അതിന് 7 ദിർഹമാണ് കേട്ടോ വരുന്നത്. ഹെയർ സ്റ്റൈൽസ് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി വാങ്ങിയതാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഈ 10 എണ്ണവും ഞാൻ കയ്യിൽ ഇൻഡിവിജ്വലി എടുത്ത് നോക്കിയതാണ് കേട്ടോ. ക്വാളിറ്റി എല്ലാം നല്ലതാണ്. ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഹെയർ സ്റ്റൈൽസും കാര്യങ്ങളും വഴി വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പം അടുത്തതും ഒരു സിൽവർ നെക്ലേസ് സെറ്റാണ് വിത്ത് ഇയറിംഗ്സ് വരുന്നത്. ഒരു സ്നോയുടെ ഷേപ്പ് ഒക്കെ പോലെ ഉണ്ടല്ലേ. ഇതും ആക്ച്വലി നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 5 ദിർഹംസ് ആണ്. ചെയിനും കാര്യങ്ങളും അതാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. സാധാരണ ഇപ്പം നമ്മൾ പ്രൈസ് കുറവിന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു പെൻഡന്റ് ചിലപ്പോൾ നല്ലതായിരിക്കും. ബട്ട് ആ ഒരു ചെയിൻ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ ചെയിൻ നോക്ക്, ശരിക്കും സിൽവർ ഫീലാണ് കേട്ടോ തരുന്നത്. നമുക്ക് അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തതും ഒരു നെക്ലേസ് സെറ്റാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഞാൻ വാങ്ങിച്ചാലും മെജോറിറ്റി ജ്വല്ലറീസ് ആണ്. 6 ദിർഹംസ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു വർക്കൊക്കെ നോക്കിയേ, 6 ദിർഹംസിന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതുപോലെ വർക്കുള്ള ഒരു നെക്ക് പീസ് കിട്ടുമെന്ന്. വിത്ത് ഇയറിംഗ് ആണ് വരുന്നത്. അപ്പം ഇതാണ് നെക്സ്റ്റ് ഐറ്റം. അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നെക്ക് പീസ് ആണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഈ ഒരു ഐറ്റം ഷീനിൽ കണ്ടിട്ടുണ്ട്. ഞാൻ വാങ്ങിയിരുന്നു, പക്ഷെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ റിട്ടേൺ അടിച്ചു. ഇത്തവണ തീമുൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പേൾ വർക്കാണ് കേട്ടോ. ഓക്കെ, നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നോക്ക്, നല്ല ഭംഗിയില്ലേ കാണാൻ. പ്രൈസ് വരുന്നത് വെറും 6 ദിർഹംസ് ആണ് കേട്ടോ. ഇയറിംഗ്സ് വരുന്നില്ല, നെക്ക് ചെയിൻ മാത്രമാണ് വരുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 6 ദിർഹംസേ ഉള്ളൂ. ഒരു വൈറ്റ് പേളിന്റെ ഒരു കുഞ്ഞ് സ്റ്റഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ്. അടുത്ത ഐറ്റം എഗെയിൻ ഒരു നെക്ക് പീസ് ആണ്. ഇപ്പൊ ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഏത് എടുക്കുമ്പോഴും എന്റെ ഫേവറേറ്റ് ആണെന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ള നെക്ക് പീസസ് ആണ്. ഈ ഒരു നെക്ക് പീസ് നിങ്ങൾ നോക്കിക്കേ, എന്ത് ക്യൂട്ടാന്ന് നോക്കി. ഇതിന്റെ ലെങ്ത് ഇതുപോലെ എത്ര നമുക്ക് ഹാങ് ചെയ്ത് കിടക്കണമെന്നനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ. 18 ക്യാരറ്റ് ഗോൾഡ് നെക്ലസസ് വാങ്ങിക്കില്ലേ, അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ലുക്ക് വൈസ് ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ. 4 ദിർഹംസ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. അടുത്ത നെക്ലസ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു സ്റ്റേറ്റ്മെന്റ് പീസ് ആണ് കേട്ടോ. 3 ലെയറിന്റെ ഒരു നെക്ക് പീസ് ആണ്. ഇതിന്റെ കുരുക്കഴിക്കാൻ തന്നെ എനിക്ക് 1 മണിക്കൂർ വേണ്ടി വന്നിട്ടോ. മൊത്തം കുരുക്ക് പിടിഞ്ഞ് കിടക്കുമായിരുന്നു. എങ്ങനെയാണ് അഴിച്ചെടുക്കണേന്ന് ഞാൻ കുറെ കഷ്ടപ്പെട്ടു. അത് 3
സ്റ്റോൺസ് വരുന്ന നെക്ക് പീസാണ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ടൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. നമ്മളൊരു ഹൈ നെക്ക് ഡ്രസ്സാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ പുറത്തൂടെ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പ്ലെയിൻ ബ്ലാക്കോ വൈറ്റോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഇത് സ്റ്റൈൽ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. ഈ നെക്ക് പീസിൻ്റെ പ്രൈസ് വരുന്നത് 5 dirhams ആണ്. ഞാൻ ബാക്കിയുള്ള നെക്ക് പീസസൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രൈസിന് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ നെക്ക് പീസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഐറ്റംസ് ആണ്, ജ്വല്ലറീസ് ആണ് തീമിലുള്ളത്. അടുത്ത ഐറ്റം നെക്ലസ് അല്ല കേട്ടോ, ഒരു ഇയർ റിംഗ് ആണ്. ബട്ടർഫ്ലൈ ഷേപ്പിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ഇയർ റിംഗ് ആണ് കേട്ടോ. ബട്ടൺ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സ്റ്റെമ്മിൽ കൂടെ കയറ്റിയിട്ട് ഈ എൻഡിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈ മേളിൽ വരും, ഇതിങ്ങനെ താഴോട്ട് ഹാങ് ചെയ്ത് കിടക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2 dirhams ആണ്. 2 dirhamsന് ഇത് ഓക്കെയാണ്. ക്യൂട്ടായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ഐറ്റം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് മനസ്സിൽ കയറിക്കൂടിയ ഒരു ആഗ്രഹമാണ് കേട്ടോ, നോസ്പിൻ യൂസ് ചെയ്യണം എന്നുള്ളത്. എനിക്കിത് ചേരുവോ ഇല്ലയെന്ന് അറിയാത്തത് കൊണ്ട് ഒരു ഡൗട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് തേമൂല് ഞാൻ ഈ ഒരു നോസ്പിൻ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കൊള്ളാമെങ്കിൽ മാത്രം നമുക്ക് ഗൺ ഷോട്ട് ചെയ്താൽ മതിയല്ലോ. ഒരു നോസ്പിന്നാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3 dirhams ആണ് കേട്ടോ. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് നിങ്ങൾ പറയൂ എനിക്കിത് ചേരുന്നുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ നോസ്പിൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നോസ്പിൻ വെക്കുമ്പോൾ എൻ്റെ ഒരു ഫേസ്. ഇതെനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതെനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് ഇങ്ങനെ ചേരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെ നോസ്പിൻ വെക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, മീൻസ് ഈ നോസ്പിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ദാ ഈ ഒരു ജ്വല്ലറി ഓർഗനൈസർ ആണ് കേട്ടോ. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇത് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാം. ഇവിടെ സ്റ്റഡ്സ് ഒക്കെ ഫിൽ ചെയ്യാം. പിന്നെ ദാ ഇവിടെ നമുക്ക് നെക്ക് പീസസ് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ വേണ്ടി പറ്റും. ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്, ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 8 dirhams ആണ്. 8 dirhamsന് ഇത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ തീമൂന്ന് ഇത്തവണ പർച്ചേസ് ചെയ്തത്. ഫസ്റ്റ് ടൈമാണ് തീമൂന്ന് ഞാൻ ജ്വല്ലറീസ് പർച്ചേസ് ചെയ്യുന്നത്. ഇത്രയും അടിപൊളിയായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. റേറ്റ് കുറവ് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇപ്പോൾ 2-3 തവണയായി ഞാൻ തീമൂന്ന് ഷോപ്പിംഗ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു തീമൂല് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ടൈം എടുത്ത് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ പോരാ, നല്ല ചീപ്പ് പ്രൈസിൽ നമുക്ക് കിട്ടും. ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് 2-3 ഐറ്റംസ് ഇതുപോലെ ക്വാളിറ്റി ഇഷ്യൂ കാരണം റിട്ടേൺ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇത്തവണ വാങ്ങിച്ച എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സൂപ്പർബായിരുന്നു. പിന്നെ ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, ആവശ്യമുള്ളവർ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.